അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കുട്ടികളെ, നമ്മൾ ഒന്നാമത്തെ പാട്ട് പഠിച്ചു. ഒന്നാമത്തെ പാട്ടിൻ്റെ മൊത്തത്തിലുള്ള വൽ സംക്ഷിപ്തം നാം വിശദീകരിക്കാം. 4 കിതാബുകളാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ഒന്ന് പറഞ്ഞോളൂ. ആ ആദ്യം ഒന്ന് നമുക്കെന്താണ്? ഖുർആനുണ്ട്, അത് തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്. ആർക്കെല്ലാം ഇത് അവതരിച്ചു എന്ന് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്തും, ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാമിനും, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും അവതരിപ്പിച്ചു. ഇങ്ങനെ നമ്മൾ 4 കിതാബിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് 100 ഏടുകളെ സംബന്ധിച്ച് പഠിച്ചു. ആദം നബി അലൈഹി സ്വലാമിന് 10 ഏടുകൾ കൊടുത്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും 10 ഏടുകൾ കൊടുത്തു. ഷീസ് അലൈഹി സ്വലാമിന് ഏറ്റവും കൂടുതൽ ഏടുകൾ കൊടുത്തത് ആർക്കാണ്? ഷീസ് അലൈഹി സ്വലാമിനാണ്. എത്ര കൊടുത്തു? 50 കൊടുത്തു. പിന്നെ 30 കൊടുത്തത് ഇദ്രീസ് അലൈഹി സ്വലാമിന് 30. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 104. 100 ഏടുകളും 4 കിതാബുകളും. ഇനി നമുക്ക് കം ടു ദ പോയിന്റ്. നമുക്ക് വിശദീകരിക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു താല നൽകിയ കിതാബാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് അള്ളാഹു നൽകിയ വിശുദ്ധ ഖുർആൻ അള്ളാഹു താല മുഹമ്മദ് നബിക്ക് നൽകിയതാണ്. ഖുർആൻ ഇറങ്ങിയതോടെ മറ്റുള്ള കിതാബുകളെല്ലാം ദുർബലപ്പെട്ടു. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്നതിനോടുകൂടെ മറ്റെണ്ണം 3 ഉണ്ടായിരുന്നല്ലോ, ആ 3 ദുർബലപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ വാലിഡ് അല്ല. അതാണ് ദുർബലപ്പെട്ടെന്ന് പറഞ്ഞത്. അവ യഥാർത്ഥ രൂപത്തിൽ ഇന്നില്ല. ഇന്ന് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ അവൈലബിൾ അല്ല. അതാണ് ബൈബിളും ഓൾഡ് ടെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ന്യൂ ബൈബിളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ രൂപത്തിൽ ഇന്നില്ല. പേരുകളിൽ അറിയപ്പെടുന്ന കിതാബുകൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായവയാണ്. അപ്പം എന്താണ്? ഇന്നില്ല. ആ പേരിൽ അറിയപ്പെടുന്ന കിതാബുകൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായവയാണ്. ആന്നുണ്ടിട്ട് അവിടെ ആ പേരുകളിൽ അറിയപ്പെടുന്ന കിതാബുകൾ. ആ പേരിൽ അറിയപ്പെടുന്ന കിതാബുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒറിജിനൽ. ആ ഒറിജിനൽ എന്തില്ല? ഇന്ന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിലൊന്നും വിശ്വസിക്കാത്തത്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഒന്നും വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ്. അത് ഒറിജിനാലിറ്റി ഇല്ല. ഇന്നത് കീപ്പ് ചെയ്യുന്നില്ല. അവയിൽ നിന്ന് സത്യം ഗ്രഹിക്കാൻ കഴിയില്ല. അവയിൽ നിന്ന് മാറ്റം വരുത്തുന്നത് കൊണ്ട് എന്തുണ്ടാവില്ല? സത്യം അതിലുണ്ടാവില്ല. കുറേ കളവുകൾ, കുറേ കൂട്ടിച്ചേർക്കലുകൾ അതിലുണ്ടായിട്ടുണ്ടാവും. സത്യം ഗ്രഹിക്കാൻ കഴിയില്ല. അതിനാൽ അവ വായിക്കാൻ പാടില്ല. ബൈബിൾ വായിക്കാൻ പാടുണ്ടോ? ഇല്ല, വായിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. കാരണം മാറ്റത്തിരുത്തൽ നമ്മൾ വഴി പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. ഖുർആനിൻ്റെ പ്രത്യേകത ആർക്ക് നൽകിയതാണ്? മുഹമ്മദ് നബിക്ക് നൽകിയതാണ്. അത് എന്ന് വരെ നിലനിൽക്കും? ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. അത് അവസാനത്തെ കിതാബാണ്. ഇനിയൊരു കിതാബ് വരാനുണ്ടോ? ഇല്ല, കഴിഞ്ഞു. കിതാബ്, അവസാനത്തെ കിതാബ് ഏതാണ്? അതിൻ്റെ പേരാണ് ഖുർആൻ, വിശുദ്ധ ഖുർആൻ. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബും ഖുർആൻ തന്നെ. ഈ 4 ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 4 നമ്പർ 1 ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ നമ്പർ 1 നമ്മുടെ ഉമ്മത്തിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിന് ഫുർഖാനുൽ അലീം എന്നു പേരുണ്ട്. നമുക്ക് എക്സാമിന് ഒരു ചോദ്യം ചോദിക്കാം, ഖുർആനിൻ്റെ മറ്റൊരു പേരെന്താണ്? ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. ഫുർഖാനുൽ അലീം ഖുർആനിൻ്റെ മറ്റൊരു പേരാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഈ വായിച്ചത് കൃത്യമായിട്ട് 2-3 പ്രാവശ്യം വായിക്കണം. കാരണം അറബി മലയാളമാണ്. നമ്മൾ ഗ്രാജുവലായിട്ട് അറബി മലയാളം കൃത്യമായിട്ട് വായിച്ച്, ഉസ്താദ് വായിച്ച് തന്നതുപോലെ തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ കൈവച്ച് 2-3 പ്രാവശ്യം വായിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഭാഷ വളരെ ഈസി ആയിട്ട് എഴുതാനും വായിക്കാനും സാധിക്കും. അതിലൂടെ മദ്രസയിൽ നമുക്ക് സ്റ്റാറായിട്ട് നിൽക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലൂടെ അള്ളാഹു ഖുർആനെ പറ്റി എന്താ പറഞ്ഞത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് ഖുർആനിലുള്ള ഒരു ആയത്താണ് കേട്ടോ. ആ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്? നിശ്ചയം നാം ഖുർആനിനെ അവതരിപ്പിച്ചു. ആരാണ് അവതരിപ്പിച്ചത്? അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥമല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതുമല്ല, അള്ളാഹു ആണ് അവതരിപ്പിച്ചത്. നിശ്ചയം നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനെ സംരക്ഷിക്കുന്നതിൻ്റെ ഡ്യൂട്ടി ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്ത് ലോകത്ത് സംഭവിച്ചാലും, എത്ര ഖുർആൻ കത്തിച്ചാലും എന്ത് സംഭവിക്കും? നമ്മുടെ ഖുർആൻ അതേപോലെ തന്നെ നിലനിൽക്കും.
അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു വിഷയം ലോകത്ത് ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മാ ഫറത്ന മിൻ ഷൈഇൻ, നമ്മളൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. സാഹിത്യവും ശാസ്ത്രവും ലോകവും എത്ര മുന്നോട്ട് പോയാലും, ആർട്ടിഫിഷ്യലായിട്ടും അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് എത്ര നമ്മൾ മുന്നോട്ട് പോയാലും ഖുർആൻ അത് എന്നും അതിൻ്റെ യശസ് ഉയർത്തി നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഖുർആൻ പരമാവധി ഓതുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ പെടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.